നമസ്കാരം അഭിഷേക്. നമസ്കാരം ചേട്ടാ. കുറേ കാലമായി വാർത്തകളില്ലാതിരുന്ന കൊല്ലം ജില്ല വീണ്ടും കുപ്രസിദ്ധിയിലേക്കാണ് ഉണർന്നിരിക്കുന്നു. അതെ, വീണ്ടും അത് വളരെ ഒരു വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒരു 19 വയസ്സുകാരനെയാണ് ഒരു മൃഗത്തെ തല്ലിക്കൊല്ലും പോലെ. നമ്മൾ ഇന്ത്യയുടെ വേറെ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ കേട്ടിട്ടുള്ളൂ. അത് നമ്മളെ പ്രബുദ്ധമായ കേരളത്തിലാണ് ഒരു ചെറിയ പയ്യനെ തല്ലിക്കൊന്നിരിക്കുന്നത്. എന്തോ കളിയാക്കി എന്നൊക്കെയാണ് പറയുന്നത്. കൊല്ലം മരുത്തടി ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പയ്യൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. പുത്തൂരാണ്, കൊല്ലം പുത്തൂരാണ് അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നു. അവരുടെ ഏറ്റവും വേദനാജനകമായ സംഭവം എന്ന് വെച്ചാൽ ഈ ഹരികൃഷ്ണൻ്റെ മാതാപിതാക്കൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഈ സംഭവം. ഈ പയ്യൻ മരിച്ചു എന്ന് അറിഞ്ഞിട്ടില്ല. എന്താണ് ഇങ്ങനെയൊക്കെ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ വയലൻ്റ് ആവാൻ വേണ്ടി മോബ് എന്ത് പ്രശ്നമാണ് അവർക്കുള്ളത്? വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കൊല്ലം ജില്ല പലപ്പോഴായി ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച് അവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ പേരിലാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രകോപിതരാകുന്ന ആളുകളാണ്. ഒരുപക്ഷെ ആ ഒരു ജില്ലയിലെ ആളുകളുടെ മാത്രം പ്രത്യേകതയായിരിക്കാം. പക്ഷേ സമാന കുറ്റകൃത്യങ്ങൾ പല ജില്ലകളിലും ആവർത്തിച്ചിട്ടുമുണ്ട്. എന്നാൽ കൊല്ലം ജില്ലയിലൊരു പ്രശ്നം നടക്കുമ്പോൾ അത് വളരെ വ്യാപകമായിട്ട് കൊട്ടിഘോഷിക്കപ്പെടാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ അവിടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ തിരുത്താൻ അവിടെയുള്ളവർ തയ്യാറാകേണ്ടതുണ്ട്. ഇത് ദാരുണമായൊരു സംഭവമാണ് ഈ കഴിഞ്ഞ 2-ാം തീയതി പുലർച്ചെയോടെ കൊല്ലം മരുത്തടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറുന്നത്. ഇത് മരണപ്പെട്ട കുട്ടിയുടെ പേര് കുട്ടിയെന്ന് പറയാൻ പറ്റൂ, കാരണം 18 വയസ്സുള്ള ഹരികൃഷ്ണൻ്റെ വീട് കുന്നത്തൂർ ഐവർകാല കിഴക്ക് സോപാനം വീട്ടിൽ ഹരികൃഷ്ണന് 18 വയസ്സും ഹരികൃഷ്ണനൊരു സഹോദരൻ കൂടിയുണ്ട്, ജയകൃഷ്ണൻ. ഇവരിരുവരും അടൂര് മണക്കാല ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളാണ്. അങ്ങനെ ഇവർ ഈ ശക്തികുളങ്ങര മരുത്തടി ദേവീക്ഷേത്രത്തിലെ തങ്കയങ്കി ഘോഷയാത്ര, അവിടെ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഈ ഹരികൃഷ്ണൻ്റെയും ജയകൃഷ്ണൻ്റെയും മാതാവിൻ്റെ സഹോദരി പുത്രിയുടെ വീട് എന്ന് പറയുന്നത് ഈ മരുത്തടിയിലാണ്. മരുത്തടിയിൽ ഈ മാതാവിൻ്റെ സഹോദരി പുത്രിയുടെ ഒരു നേർച്ചയുണ്ട്, വിളക്കെടുപ്പ് നേർച്ച. ഈ വിളക്കെടുപ്പ് നേർച്ചയിൽ പങ്കെടുക്കാനാണ് ഈ സഹോദരങ്ങൾ ഈ മാതാവിൻ്റെ സഹോദരി പുത്രിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നു. ഇവർ വീട്ടിൽ നിന്ന് വൈകുന്നേരത്തോടെ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നു. ക്ഷേത്രത്തിലേക്ക് വന്നപ്പോൾ ഈ ഓട്ടോറിക്ഷയിലാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഇവരുടെ കൂടെ പോകുന്നു. പിന്നീട് ഈ കുഞ്ഞിനെ, മാതാവിൻ്റെ സഹോദരി പുത്രിയുടെ കുഞ്ഞിനെ കഴിക്കാനുള്ള ആഹാരം ഈ ഓട്ടോയിൽ വെച്ച് മറന്നു. അങ്ങനെ ഈ സഹോദരങ്ങൾ ഈ ഭക്ഷണം എടുക്കാൻ വേണ്ടി ഓട്ടോയുടെ അരികിലേക്ക് പോകുന്നു. ഓട്ടോയുടെ അരികിലെത്തി ഭക്ഷണമെടുത്ത് തിരികെ വരുമ്പോൾ പെട്ടെന്ന് ഈ ഘോഷയാത്ര കടന്നു വരികയാണ്. ഈ ഘോഷയാത്രയുടെ തിരക്കിന് ഇടയിലൂടെ പെട്ടുപോയ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടം തെറ്റിപ്പോകുന്നു. അങ്ങനെ കൂട്ടം തെറ്റിപ്പോകുന്ന ഹരികൃഷ്ണൻ നേരെ ചെന്ന് നിൽക്കുന്നത് ഈ സ്ഥലത്തെ കുപ്രസിദ്ധരായ അല്ലെങ്കിൽ സ്ഥലത്തെ പ്രമുഖരായ കുറച്ച് ആളുകളുടെ മുന്നിലാണ്. ഒരുപക്ഷെ കമ്മിറ്റി അംഗങ്ങളായിരിക്കാം, അവർക്കിപ്പോൾ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവിടുത്തെ പ്രാദേശിക ആളുകളുടെ മുന്നിലേക്ക് വന്നു പെടുന്നു. അപ്പോൾ കൊല്ലം ജില്ലയിൽ പെട്ടെന്ന് പ്രകോപിതരാകുന്ന ഒരു സ്വഭാവം നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വന്നൊരു നമ്മൾ ഇതുവരെ മുൻപ് കണ്ടു പരിചയമില്ലാത്ത ഒരു കൗമാരക്കാരൻ ഇത് പെട്ടെന്ന് ഈ ഘോഷയാത്ര നടക്കുന്നതിൻ്റെ ഇടയിൽ തങ്ങളുടെ മുന്നിൽ വന്ന് നിന്നതാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. അങ്ങനെ ഇവനോട് ചോദിക്കുന്നു, ഹരികൃഷ്ണനോട് ചോദിക്കുന്നു, നീ എവിടെയുള്ളതാണ്, എന്താണ് നിനക്ക് ഇവിടെ കാര്യമെന്നൊക്കെ ചോദിച്ച് പ്രകോപനപരമായ രീതിയിൽ ആ കൗമാരക്കാരനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ ഹരികൃഷ്ണൻ തിരിച്ച് മറുപടി പറയുമ്പോൾ അതൊരു വാക്കേറ്റത്തെ തുറന്നു ഒരാൾ മാത്രമേ ഉള്ളൂ, ജയകൃഷ്ണൻ മറ്റെങ്ങോ ആണ്. അങ്ങനെ ഈ 2-അംഗ സംഘമാണ് ആദ്യം ഇയാളുടെ മേത്ത് കൈവെക്കുന്നത്. അങ്ങനെ ഇയാളെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. ഇയാളുടെ കഴുത്തിൽ കൈവച്ച് ആഞ്ഞടിക്കുന്നുണ്ട്, മുഖത്തടിക്കുന്നുണ്ട്. അതിനിടയിൽ ഈ ബഹളം കേട്ട് സഹോദരനായ ജയകൃഷ്ണൻ അങ്ങോട്ടേക്ക് എത്തുന്നു. ജയകൃഷ്ണനാണ് ഈ രംഗം ആദ്യഘട്ടത്തിൽ ശാന്തമാക്കി അവിടെ നിന്ന് ഈ സഹോദരനെയും വിളിച്ച് അങ്ങോട്ടേക്ക് മാറുന്നത്. എന്നാൽ ഇവർ മാറിയ പാടെ ഇവരുടെ പിന്നാലെ എത്തിയ കുറച്ചുപേർ ഇവരെ സൗഹാർദ്ദപരമായ രീതിയിൽ സദ്യാലയത്തിലേക്ക് വരൂ, ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിളിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഈ സദ്യാലയത്തിൻ്റെ സമീപത്തേക്ക് പോകുന്ന വേളയിൽ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്ന ഈ അക്രമി സംഘത്തിൽപ്പെട്ട ആളുകൾ ഇവനെ വീണ്ടും മർദ്ദിക്കുന്നു. ജയകൃഷ്ണനെ സദ്യ കഴിക്കാമെന്ന് പറഞ്ഞ് സദ്യാലയത്തിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം ഹരികൃഷ്ണനെ പുറത്തു നിർത്തി ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു. ക്രൂരമായിട്ട് തലയ്ക്കടിക്കുന്നു, മുഖത്തടിക്കുന്നു. താഴെ വീണ് ഈ മർദ്ദനം സഹിക്കവയ്യാതെ താഴെ വീണ ഹരികൃഷ്ണൻ്റെ വീണ്ടും ആളുകൾ കൂട്ടം ചേർന്ന് ചവിട്ടിക്കൂട്ടുന്നു, ക്രൂരമായ മർദ്ദനമുറകൾക്ക് വിധേയമാക്കുന്നു. ഈ ഒച്ച കേട്ട് ഓടിയെത്തിയ ജയകൃഷ്ണനും ഇവരുടെ മർദ്ദനം ഏറ്റുവാങ്ങുന്നു. ജയകൃഷ്ണനെ കഴുത്തിൻ്റെ കുത്തിന് പിടിച്ച് വീണ്ടും മർദ്ദിക്കുന്നു, തുടർച്ചയായിട്ട് മർദ്ദനം. ജയകൃഷ്ണൻ നേരെ പോയി ഈ മാതാവിൻ്റെ സഹോദരി പുത്രിയുടെ ഭർത്താവിനെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു. അദ്ദേഹം വന്നിട്ട് രംഗം ശാന്തമാകാൻ, പ്രദേശവാസിയാണ്, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സമീപത്ത് തന്നെ താമസിക്കുന്നയാളാണ്. എന്നാൽ അവർക്ക് ഇയാളെ അറിയില്ല. ഇയാൾ നേരെ ഈ രംഗം ശാന്തമാക്കാൻ വേണ്ടി ഇവരോട് സംസാരിക്കുമ്പോൾ ഇയാളോടും സമാന രീതിയിലുള്ള അതിക്രമം, ക്രൂരമായ മർദ്ദനത്തിലൊരു നീയാരാട
ഇവരുടെ പക്ഷം പിടിക്കാൻ നീ ആരാടാ ചോദിക്കാനെന്ന് പറഞ്ഞ് ഒരു സംഘം ആളുകൾ ഇയാളെയും മർദ്ദിക്കുന്നു. അതോടെ 45 വയസ്സ് പ്രായം തോന്നിക്കുന്ന കറുത്ത തടിച്ച ഒരാൾ ഇങ്ങോട്ടേക്ക് വരികയും കയ്യിൽ കരുതിയ പട്ടിക കഷ്ണം കൊണ്ട് ഹരികൃഷ്ണന്റെ തലയ്ക്ക് പുറകിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. ആഞ്ഞടിച്ച് പരിക്കേറ്റ് താഴെ വീണിട്ടും ഇവർ മർദ്ദനം തുടർന്നു എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. അങ്ങനെ പരിക്കേറ്റ ഹരികൃഷ്ണനെ ഈ ബന്ധുക്കൾ അവിടേക്ക് എത്തിയ ബന്ധുക്കളാണ് ആദ്യം കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരുന്നു. ഈ 2-ാം തീയതി നടന്ന സംഭവത്തിന് ശേഷം കൊല്ലം ആശുപത്രിയിലും മെഡ്സിറ്റിയിലും ചികിത്സയ്ക്ക് ശേഷം അവിടെ നിന്ന് ഗുരുതരമായതിനെ തുടർന്നാണ് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ വെച്ച് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മരണം സംഭവിക്കുന്നു. വളരെ ദാരുണമായ സംഭവമാണ്. ഒരു അച്ഛനും അമ്മയ്ക്കും അവരുടെ പ്രതീക്ഷയായിരിക്കാം ആ 2 മക്കളെന്ന് പറയുന്നത്. അവരെ ഒരു ഉത്സവത്തിന് മാതാവിൻ്റെ സഹോദരി പുത്രിയുടെ വീട്ടിലേക്ക് ഒരു ഉത്സവത്തിന് വിടുമ്പോൾ അവർ ഒരിക്കലും വിചാരിച്ചു കാണില്ല തൻ്റെ മകന് ഇത്തരത്തിലൊരു അത്യാഹിതം വരുമെന്ന്. നമുക്ക് ഇതിൽ പറയാനുള്ളത്, നമുക്ക് സാധാരണയായിട്ട് ഈ ക്ഷേത്രോത്സവങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഈ സംഘട്ടനങ്ങൾക്ക് വേദിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ക്ഷേത്രോത്സവത്തിന് വരിക എന്ന് പറയുന്നത് അമ്പലത്തിൽ സന്ദർശനം നടത്തി ദൈവികമായ കാര്യങ്ങളിൽ പങ്കെടുത്ത് മടങ്ങുക എന്നതിനപ്പുറം തങ്ങളുടെ ആൾബലവും കൈക്കരുത്തും പ്രകടിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ട് മാറുന്നു എന്ന് പറയാതെ വയ്യ. അത് കൊല്ലത്ത് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള കയ്യാങ്കളികൾ അരങ്ങേറുന്നുണ്ട്. അത് ഇപ്പോൾ പോലീസ് 10 മണിക്ക് ശേഷം ഈ ശബ്ദം പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ശബ്ദാനുമതി കൊടുക്കാത്ത സാഹചര്യം പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ ഗാനമേള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ മദ്യത്തിൻ്റെയും മറ്റെന്തെങ്കിലും ലഹരിയുടെയും ബലത്തിലായിരിക്കും ഇവരിവിടെ നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് മുന്നിൽ കാണുന്ന ഒരു സംഭവത്തെ പ്രകോപനപരമായി കാണുന്നു. തങ്ങളെ വെല്ലുവിളിക്കാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നതെന്ന് തോന്നും. അങ്ങനെ ആ ബോധ മനസ്സിൽ തോന്നുന്ന ചെറിയ കാട്ടിക്കൂട്ടലുകളാണ് ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണങ്ങളിലേക്കും ഇത്തരത്തിൽ ദാരുണമായ മരണത്തിലേക്കും നയിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഹരികൃഷ്ണനെ സാധാരണ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ സമപ്രായക്കാരായ ആളുകളാണ് ഇത്തരത്തിലുള്ള കൈവിട്ട ആക്രമണങ്ങളിലേക്കൊക്കെ പോകാറുള്ളത്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്ന രണ്ടുപേർ മരുത്തടി സ്വദേശികളായ സുനിൽ കുമാർ, രതീഷ് എന്ന് പറയുന്ന 2 പേരാണ്. അവർ ഇരുവരും 58 വയസ്സും 51 വയസ്സും പ്രായമുള്ള മധ്യവയസ്സ് പിന്നിട്ട ആളുകളാണ്. ഇവരെങ്ങനെയാണ് ഈ യുവാവായ 18 വയസ്സുകാരൻ അവിടെ മുൻപ് വന്ന് കണ്ടുപരിചയം പോലുമില്ലാത്ത ഒരാൾ പെട്ടെന്നൊരു പ്രകോപനം പോലുമില്ലാതെ ഇത്തരത്തിലൊരു ആക്രമണത്തിന് വിധേയമായി കൊലപ്പെടുന്നത്? മക്കളെ പ്രായമുള്ളൂ. അതെ, 58 വയസ്സും 51 വയസ്സും പ്രായമുള്ള 2 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഏകദേശം ആ പയ്യനെന്ന് വെച്ചാൽ ഇനിയിപ്പോ ആർമിയുടെ പരീക്ഷ എഴുതാൻ നിൽക്കുകയായിരുന്നു അടുത്ത മാസം എന്ന് അറിയുന്നത്. അത്രയും സ്വപ്നങ്ങൾ കൊണ്ട് നടന്ന ഒരു സ്വന്തം മക്കളെ പോലെ കാണേണ്ട ഒരു പയ്യനെയാണ് ഇതേപോലെ. അല്ല, എന്ത് പ്രകോപനവും ഉണ്ടായിക്കോട്ടെ, ഇവർ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ ആ യുവാവ് അല്ലെങ്കിൽ കൗമാരക്കാരൻ അവിടെ ഒരു പ്രകോപനം സൃഷ്ടിച്ചാൽ ബന്ധപ്പെട്ട നിയമ സംവിധാനങ്ങളുണ്ട്. ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം അവിടെ ഉള്ളത് പോലീസുകാരായിരിക്കും. അപ്പോൾ ഇവരോട് വിവരം പറഞ്ഞാൽ ഇയാൾ എന്ത് പ്രകോപനപരമായ കാര്യങ്ങൾ ചെയ്താലും ഇയാളെ അന്വയിപ്പിച്ച് അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റി നിർത്താനുള്ള ചുമതലപ്പെട്ട ആളുകളുള്ളപ്പോൾ ഇവർ നിയമം കയ്യിലെടുത്ത് ഒരു മോബ് സൃഷ്ടിച്ച് ഇവരെ കൈവിട്ട ആക്രമണത്തിലേക്ക് ഒരുപക്ഷെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല അങ്ങനെ ചെയ്തത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയി, യുവാവ് മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നു. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല. അതാണ് എന്തായാലും ഏകദേശം 10ഓളം ആളുകളാണ് ഈ കൃത്യത്തിൽ പങ്കാളികളായിരിക്കുന്നതെന്ന് അവിടെ നിന്ന് വന്നിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ, ആരോ പകർത്തിയ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ആക്ഷേപം എന്ന് പറയുന്നത് ഇത്ര ദിവസം 2-ാം തീയതി പുലർച്ചെ, അതായത് 1-ാം തീയതി ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ച 2-ാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ, അതായത് 12 മണിക്ക് ശേഷം നടന്ന സംഭവമാണ് വെളുപ്പിന്. അപ്പോൾ ഈ സംഭവം നടന്ന് ഇത്ര ദിവസം പിന്നിട്ടിട്ടും ഈ 2 പേരൊഴികെ ബാക്കി ആരെയും പോലീസ് പിടിക്കുന്നില്ല എന്നൊരു പരാതി, ഒരുപക്ഷെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇവർ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ആക്ഷേപം. ഈ ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഹേമലതയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം ACPയുടെ മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം ശക്തികുളങ്ങര ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇത് അല്ലെങ്കിൽ മാഞ്ഞു പോകരുത് എന്ന് കണക്കാക്കിയാണ് ഇത്തരത്തിലൊരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം നടക്കണം കൃത്യമായിട്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുതെന്ന് നമ്മളെപ്പോഴും പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴാണ്. പക്ഷേ നിരന്തരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നു. ഇപ്രാവശ്യം ഇരയായത് 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ചേട്ടൻ പറഞ്ഞ പോലെ അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴും ആ മകൻ നഷ്ടപ്പെട്ടു എന്നറിയില്ല. ഒരുപാട് പ്രതീക്ഷകളോടെ ഒരു ക്ഷേത്രോത്സവത്തിന് പറഞ്ഞു വിട്ട തങ്ങളുടെ മകൻ
ഒരു സംഘം ആളുകളുടെ ആക്രമണത്തിൽ ക്രൂരമായി മരണപ്പെട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും മൃതപ്രായനായി കിടക്കുന്നു. മരിച്ചു കഴിഞ്ഞു, മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞു. എന്തായാലും കൂടുതൽ പ്രതികളിലേക്ക് അന്വേഷണം നീളട്ടെ, കുറ്റക്കാരായവർക്കെതിരെ കൃത്യമായിട്ട് നടപടിയും ഉണ്ടാകട്ടെ. അഭിഷേക് പറഞ്ഞതുപോലെ കൊല്ലം ഒരു സെൻസിറ്റീവ് ഏരിയ ആണെന്ന് വാർത്തകളിലൂടെ നമുക്കറിയാം. പക്ഷേ കൊല്ലത്തിന്റെ അല്ല, പ്രശ്നം ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ കേരളത്തിൽ എമ്പാടും നടക്കുന്നുണ്ട്. കാരണം ഈ യുവാക്കളാണ്, കൗമാരക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഉത്സവപ്പറമ്പിലേക്ക് വന്ന അത് തങ്ങളുടെ ടെറിട്ടറിയാണ്. ആ ടെറിട്ടറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മറ്റൊരാൾ വന്ന് കയറുന്നത് ഇവരുടെ അഭിമാനക്ഷതമാണെന്ന് കണക്കാക്കുന്ന ആളുകളുണ്ട്. ഒരു പക്ഷേ ലഹരിയുടെ ഉന്മാദത്തിലായിരിക്കാം. പക്ഷേ ഇത്തരം കാര്യങ്ങളിലേക്ക്, ഒരു കൈവിട്ട കളിയിലേക്ക്, ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ പോകുമ്പോൾ അപ്പുറത്തും കുടുംബമുണ്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ ആളുകളുണ്ട്, തങ്ങൾക്കും നഷ്ടപ്പെടാനുണ്ട്, അവർക്കും നഷ്ടപ്പെടാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നേട്ടങ്ങളൊന്നുമില്ല, നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. അതെ, എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. കൊല്ലത്ത് മാത്രമല്ല കേരളക്കരയിലൊന്നും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. ഉത്സവങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പറയും. ശരി.